ഇന്ന് പത്രക്കാരെ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചത് വിവിധ മേഖലകളിലുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്. ഓരോരുത്തരായി കാണണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാം എന്ന് കരുതിയാണ് ഇങ്ങനെയൊരു പ്രസ് അല്ലെങ്കിൽ പത്രക്കാരെ കാണുക എന്നൊരു സംവിധാനം ഒരുക്കണമെന്ന് ആലോചിച്ചത്. ഇന്ന് യഥാർത്ഥത്തിൽ വയനാട്ടിലൊരു മീറ്റ് ദ പ്രസ് ഉൾപ്പെടെ പത്രമാധ്യമ സുഹൃത്തുക്കളോട് സമ്മതിച്ചതാണ്. എന്നാലൊരു അടിയന്തരമായ മരണം മൂലം അവിടെ ഉണ്ടായിരുന്ന പരിപാടികൾ ചിലത് മാറ്റിയതുകൊണ്ട് അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാടിൽ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ഫലപ്രദമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ദുരന്ത ഘട്ടത്തിൽ ചെയ്യേണ്ട എല്ലാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അവസാന രൂപത്തിലേക്ക് സർക്കാർ തയ്യാറായി. ഏതെങ്കിലും വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഒരു കാലതാമസവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂട്ടായി അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. സാധാരണ പറയാറുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ജൂലൈ 30 ദുരന്തമുണ്ടായി 61 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഏറ്റെടുക്കേണ്ട ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കി 4/10/2024. 4/10/2024 സർക്കാർ ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു നല്ല മുന്നേറ്റത്തിലേക്ക്, നല്ല ഒരു ശതമാനം പ്രവർത്തനത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒക്ടോബർ 4 ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ചില കോടതി ഇടപെടലുകൾ ഉണ്ടായതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർവേ നടപടികൾ പോലും കോടതി സ്റ്റേ ചെയ്തു. സാധാരണ നിലയിൽ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഏരിയൽ വ്യൂ കൊണ്ട് മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത നമുക്ക് പറയാനാകില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ പോയിന്റിലും എങ്ങനെ നടത്തണം എന്നറിയാൻ, പ്രത്യേകിച്ച് തേയില വളർന്നു നിൽക്കുന്ന പ്ലാന്റേഷൻ മേഖലയായതുകൊണ്ട് അത് പിഴുതുമാറ്റി അവിടെ ഏതെല്ലാം അർത്ഥത്തിൽ വലിയ കുന്നും ചെരുവുകളും സംവിധാനങ്ങളും ഒക്കെയുള്ള സ്ഥലത്ത് ഫിസിക്കൽ പരിശോധന നടത്താതെ അതുണ്ടാക്കാൻ കഴിയില്ല. ഒക്ടോബർ 4 നടപടികൾ ആരംഭിച്ചുവെങ്കിലും കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ഡിസംബർ 27 വരെ ഭൂമിയിൽ പരിശോധന ഉൾപ്പെടെ നടത്താൻ പറ്റാത്ത പോയ സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ നല്ലൊരു ഹോംവർക്കിന് വേണ്ടി കേരളം വിധേയമാക്കുകയായിരുന്നു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. 27 ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനും LARR 2013 ചില പ്രത്യേക സെക്ഷനുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപരിഹാര തുക കണക്കാക്കാനും സർക്കാരിനെ കോടതി ചുമതലപ്പെടുത്തി 4 ദിവസത്തിനുള്ളിൽ ജനുവരി 1 തന്നെ ഗവൺമെൻറ് ക്യാബിനറ്റിലൂടെ നിർമ്മാണ ഏജൻസികളെയും സംവിധാനങ്ങളെയും അതിനു വേണ്ട കമ്മിറ്റികളെയും അതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുകയുണ്ടായി. തുടർന്ന് നമുക്ക് വീടുകൾ നിർമ്മിച്ചു തരാം എന്ന ഉത്തരവാദിത്വത്തോടെ ഏറ്റിരുന്ന ഏജൻസികളുമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടും സ്പോൺസർമാരുമായിട്ടും മുഖ്യമന്ത്രി തന്നെ ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് നേരിട്ടിട്ടുള്ള ആശയവിനിമയം നടത്തി. സത്യത്തിൽ ജനുവരി 1, അതായത് ഡിസംബർ 27 കോടതി നിർദ്ദേശിച്ച സമയം മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഫിസിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ ഇതെല്ലാം എടുത്തുകൊണ്ട് ഭൂമിയുടെ വില നിശ്ചയിച്ച് 2 മാസക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ നടപടികളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔപചാരികമായി പൂർത്തീകരിക്കാനായി.